ഹായ് ഫ്രണ്ട്സ്, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മലർ വീട്ടിൻ്റെ ഉമ്മറത്തിരുന്നുകൊണ്ട് കളിക്കുകയാണ് ഫോണിൽ. അപ്പോൾ പ്രിയ വന്നിട്ട് ചോദിക്കുകയാണ്, ഏയ് മലർ, നീ ഇവിടെ എന്തെടുത്തുകൊണ്ടിരിക്കുക? ഞാൻ ഇരുന്ന് ബോറടിച്ചു, അപ്പോൾ അമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഗെയിം കളിക്കുക. വാ, നമുക്കെന്നാൽ ഒളിച്ച് കളിക്കാം. കളിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും ഫോണൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് രണ്ടുപേരും ഒളിച്ച് കളിക്കുകയാണ്. രണ്ടുപേരും ഒളിച്ച് കളിക്കുന്നതിൻ്റെ ഇടയിലാണ് മേഘ അങ്ങോട്ടേക്ക് കയറി വന്നത്. അപ്പോഴാണ് പ്രിയ അമ്മയെ കാണുന്നത്. അമ്മേ, പ്രിയ മോളെ എന്തെടുക്കുക? അത് ഞാനും മലരും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക. ശരി, എന്നാൽ നിങ്ങൾ കളിച്ചോ. അപ്പോഴാണ് മേഘയുടെ കണ്ണിൽ ആ ഫോണ് പെട്ടത്. അപ്പോൾ മേഘ ആ ഫോണ് കണ്ടിട്ട് വിചാരിക്കുകയാണ്, ഇത് ചന്ദ്രികയുടെ ഫോണാണല്ലോ. ഇത് ചന്ദ്രികയുടെ ഫോണ് തന്നെയാണ്. ഈ ഫോണ് ഇവിടെ വെച്ചിട്ട് പോയത് മലരായിരിക്കും. ഈ ഫോണ് കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമല്ലോ. പിന്നെ മേഘ ഫോണുമായിട്ട് പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോയി. അവർ രണ്ടുപേരും നല്ല കളിയിലാണ്. മലറിനെ അന്വേഷിച്ച് പ്രിയ പോകുന്നു, പ്രിയയെ അന്വേഷിച്ച് മലർ പോകുന്നു. അങ്ങനെ നല്ല ഒളിച്ചു കളിയിലാണ് അവർ രണ്ടുപേരുള്ളത്. മേഘ ഫോണ് കൊണ്ടുപോയിട്ട് ഓണാക്കിയപ്പോൾ തന്നെ കാണുന്നത് ചന്ദ്രികയുടെയും മലറിൻ്റെയും സിദ്ധുവിൻ്റെയും ഫോട്ടോ ആണ് ഫ്രണ്ടിൽ തന്നെ കാണുന്നത്. പിന്നെ ഫോണിൽ ഓരോരോ ഫോട്ടോസും മേഘ വേറെ വേറെ എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓ, വീട്ടിലറിയാതെ റൊമാൻസും നടക്കുന്നുണ്ട് അല്ലേ? ചന്ദ്രികയെ, നിന്നെ സിദ്ധാർത്ഥ് വെറുക്കുന്നത് പോലെ ഞാൻ എന്തെങ്കിലും ചെയ്യുവേടി. അപ്പോഴാണ് മേഘയുടെ ബുദ്ധിയിൽ ഒരു കാര്യം ഉദിച്ചത്. അപ്പം തന്നെ ഫോൺ ഓണാക്കി അതിൽ നിന്നും അവളുടെ ഫോണിൽ നിന്നും നമ്പർ എടുത്തിട്ട് വിളിക്കുകയാണ്. അതായത് ആരതിയുടെ പയ്യൻ്റെ അച്ഛനെയാണ് വിളിക്കുന്നത്. ആരതിയുടെ ആകാശിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ് കാര്യങ്ങൾ. അതായത് വാസുവും ജാനകിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് വാസു ജ്യോതിയുമായിട്ടുള്ള ബന്ധം തുടരുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വാസു ജ്യോതിക്ക് താലി കെട്ടിക്കൊടുക്കുന്നതും അവിടെ ജാനകി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതും ഒക്കെ മേഘ പറഞ്ഞു ധരിപ്പിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം ആകാശിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണോ? നിങ്ങളുടെ പേരെന്താ? അത് കേട്ടപ്പോൾ മേഘ വല്ലാതായി. മേഘ അപ്പം തന്നെ ഫോൺ ഓഫ് ചെയ്തു. അദ്ദേഹം ഇതൊക്കെ കേട്ടപ്പോൾ വല്ലാതായി. അതിനുശേഷം മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, വാസു അമ്മാവൻ ജ്യോതിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടരുകയാണെന്ന് നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നിങ്ങളുടെ മകനെ ആരതിക്ക് വിവാഹം കഴിച്ചു കൊടുക്കില്ല. അങ്ങനെ ഈ കല്യാണം മുടങ്ങും. വാസു അമ്മാവാ, ജ്യോതിയുടെ കാര്യം ചന്ദ്രികയാണ് അവരുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞത് എന്ന് എല്ലാവരും കരുതും. പിന്നെ മേഘ ഫോണ് കൊണ്ടുപോയതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കുകയാണ്. പക്ഷേ തിരിച്ചു കൊണ്ടുവന്ന് സോഫയിലല്ല വെച്ചത്, സോഫേൻ്റെ താഴെ എറിയുകയായിരുന്നു. മലർ കളിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഫോൺ താഴെ കണ്ടിട്ട് മേലേക്ക് എടുത്തു വെക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പ്രിയ കയറി വന്നിട്ട് പറയാണ്, മലർ, ഇനി നീ ഒളിക്ക്, ഞാൻ എണ്ണാം. ശരി. പിന്നെ കാണിക്കുന്നത് ആകാശിൻ്റെ അച്ഛൻ. ആ ഫോൺ കോൾ വന്നതിന് ശേഷം ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പോഴാണ് ആകാശിൻ്റെ അമ്മ കോഫിയുമായിട്ട് അവിടേക്ക് വന്നത്. ഇതാ ചേട്ടാ കോഫി. എനിക്ക് വേണ്ട. ചോദിക്കുകയാണ്, എന്ത് പറ്റി? അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ, ഞാൻ വലിയ ടെൻഷനിലാണ്, നീ കുറച്ച് സമയം മിണ്ടാതിരിക്കുക. എന്താ കാര്യം എന്ന് പറയൂ. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ആകാശ് എവിടെ? അവൻ പുറത്തു പോയിരിക്കുക. അവനിപ്പോൾ വരും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. പ്രശ്നമുണ്ടോ? ഉണ്ട്, പ്രശ്നമുണ്ട്. എന്നാൽ എന്താ കാര്യം എന്ന് പറയും. അപ്പോഴാണ് ആകാശ് അങ്ങോട്ടേക്ക് വന്നത്. ആകാശിനെ കണ്ടപ്പോൾ അച്ഛൻ വിളിക്കുകയാണ്, എടാ ആകാശ്, നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നേ, നിന്നോട് പറയാനുണ്ട്. നീ ഇരിക്ക് എന്ന് പറഞ്ഞ് ആകാശിനെ ഇരുത്താണ്. എന്ത് പറ്റിയച്ചാ? എന്താ ഇങ്ങനെ വല്ലാതെ അപ്സെറ്റായിരിക്കുന്നു? എനിക്കിപ്പോൾ ഒരു കോള് വന്നിരുന്നു. ആരതിയുടെ അച്ഛന് ജ്യോതി എന്ന ഒരു സ്ത്രീയുമായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ജാനകിയെ ഡിവോഴ്സ് ചെയ്തിട്ട് അയാൾ ജ്യോതിയോടൊപ്പം താമസിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അവരുടെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നെന്ന്. ഇത്രയും മോശപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ മകന് കല്യാണം വേണോ എന്നവർ ചോദിക്കുകയാണ്. അവർ ആരാണെന്ന് ഞാൻ ചോദിച്ചു, പക്ഷേ അതിനുള്ളിൽ അവർ ഫോൺ കട്ട് ചെയ്തു. ആകാശ് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, പേര് പറയാൻ പോലും ധൈര്യമില്ലാത്തവർ സത്യമായിരിക്കും ഈ പറയുന്നത്. നമ്മളോട് വിരോധമുള്ള ആരെങ്കിലും ചിലപ്പോൾ കല്യാണം മുടക്കുന്നതിന് വേണ്ടി അങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞതായിരിക്കൂടെ? എനിക്കെന്തോ കള്ളം പറഞ്ഞതായിട്ട് തോന്നിയില്ല. അവർ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഒരു പക്ഷേ അവർ പറഞ്ഞതുപോലെ വാസുവിനൊരു ഇല്ലീഗൽ അഫെയർ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആരതിയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിത്തരില്ല. അച്ഛാ,
അങ്ങനെ ഒരു മോശം കുടുംബത്തിലെ പെൺകുട്ടി ഈ വീട്ടിലെ മരുമകളായി വരാൻ പാടില്ല. അച്ഛാ, എന്താ അച്ഛാ ഈ പറയുന്നേ? അതേടാ, അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ മകളെ എങ്ങനെയായിരിക്കുമെന്ന് ആർക്ക് പറയാൻ പറ്റും? വേണ്ട, ഈ കല്യാണം നടക്കണ്ട. ആകാശ് പറയാ, അച്ഛാ എന്തിനാ ഇങ്ങനെ ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അച്ഛനത് വിശ്വസിക്കരുത്. ആദ്യം അച്ഛനും അമ്മയും കൂടി പോയിട്ട് ഒന്ന് നേരിട്ട് അന്വേഷിക്കുക. അത് സത്യമാണെങ്കിൽ പിന്നീട് തീരുമാനമെടുത്താൽ പോരെ? അതേ ഏട്ടാ, നമ്മുടെ മോൻ പറയുന്നതാണ് ശരി. നമുക്ക് നാളെ തന്നെ നേരിട്ട് പോയിട്ട് അവിടെ പോയി അന്വേഷിക്കാം. ഫോണിൽ പറഞ്ഞത് സത്യമാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ഈ വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞിട്ട് വരണം. ആകാശിൻ്റെ അച്ഛനും പറയാണ്, എന്നാൽ ശരി, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സിദ്ധു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ സിദ്ധു അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ തന്നെ നിന്നിട്ട് പരക്കാൻ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, അല്ല, സിദ്ധു സാറ് പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ ജോലിക്ക് വന്നല്ലോ. അപ്പോൾ തന്നെ സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് ചന്ദ്രിക, വരൂ സാർ, വരൂ, സന്തോഷത്തോടെ പറയാണ്. അപ്പോൾ സിദ്ധു, ഞാൻ നിനക്ക് വേണ്ടി വന്നതല്ല, ഞാൻ മഹേന്ദ്രൻ അങ്കിളിനും അതേപോലെ തന്നെ ആൻറ്റിക്കും വേണ്ടി വന്നതാണ്. എന്നിട്ട് സിദ്ധു ചുറ്റും കണ്ണോടിക്കുകയാണ്, അങ്കിളിനെയും ആൻറ്റിയെയും അന്വേഷിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ് കാണാഞ്ഞിട്ട്, അല്ല അത് പോട്ടെ, അങ്കിളും ആൻറ്റി എവിടെ? അവർ ഇതുവരെ എത്തിയില്ല, ഇനിയേ വരുള്ളൂ. സാർ പറഞ്ഞോളൂ, സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസൊക്കെ വന്നിട്ടുണ്ട്. സാർ വേണമെങ്കിൽ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പോയി നോക്കാം. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലേഡി പോയിട്ട് പറയാണ്, സിദ്ധു സാർ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യട്ടെ? ചെയ്തോളൂ. അവൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറയാണ്, സിദ്ധു സാർ, സാറിന് ഈ ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, താങ്ക് യു. പിന്നെ അവൾ അവിടെ അടുത്തിരുന്നിട്ട് ജോലി ചെയ്യുകയല്ലേ ചെയ്യുന്നത്, സിദ്ധുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. സാർ, എന്തോ? ഞാനൊരു കാര്യം പറയാൻ തെറ്റിദ്ധരിക്കില്ലല്ലോ? ഇല്ല, എന്താ പറഞ്ഞോളൂ. ശരിക്കും സാർ നല്ല ഹാൻസമാണ്. അത് കേട്ട് സിദ്ധു ചിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക അതുവഴി പോകുമ്പോൾ നോക്കുകയാണ്. സാർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ സാറിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ? എൻ്റെ കൂടെയോ? എൻ്റെ കൂടെ സെൽഫിയോ? എന്തിനി? സോഷ്യൽ മീഡിയയിൽ അതിട്ടാൽ ശരിക്കും ലൈക്ക് കിട്ടും, അതാ സാർ. ശരി, ഓക്കെ, വാ. താങ്ക് യു സാർ. അവൾ സിദ്ധുമായിട്ട് ചേർന്ന് നിന്നിട്ടുള്ള രീതിയിലാണ് ഫോട്ടോസ് എടുക്കുന്നത്. 2 ഫോട്ടോ അവൾ എടുത്തതിന് ശേഷം പറയാണ്, ഇനി സാർ എടുക്കുക. സിദ്ധു ഫോട്ടോ എടുക്കുമ്പോഴും അവൾ സിദ്ധുവിന് അരികെ ചേർന്ന് നിന്നിട്ടാണുള്ളത്. ചന്ദ്രിക ഇതെല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പറയാണ്, ഇത് കൊള്ളാലോ. അപ്പോൾ അവൾ സിദ്ധുവിനോട് പറയാണ്, ഒരെണ്ണം ഇങ്ങനെ എടുത്താലോ? വീണ്ടും അവൾ അടുത്ത് ഒട്ടിച്ചേർന്ന നിലയിലാണ് വീണ്ടും ഫോട്ടോ എടുത്തത്. അപ്പോൾ ചന്ദ്രിക ദൂരത്ത് നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. ചന്ദ്രിക കണ്ടിട്ട് പറയാണ്, ഈ മിനി എന്തിനാ സിദ്ധു സാറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്? ഇവൾക്ക് എന്താ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യം? ഇവൾക്ക് വേറെ ജോലിയല്ലേ കൊടുത്തത്? ആ ജോലി ചെയ്യാതെ സാറിൻ്റെ അടുത്ത് നിന്നിട്ട് പോയി നിന്ന് വേറെ ജോലിയൊന്നുമില്ലാതെ സംസാരിക്കുന്നു. പിന്നെ സിദ്ധു ഒരു ഫോട്ടോ എടുത്തിട്ട് പറയാണ്, ഇത് നല്ലയില്ലേ? നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വാങ്ങിച്ച് നോക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക അവിടെ വന്നത്. നിമി, നിനക്ക് വേറെ ജോലിയില്ലേ? നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാതെ നീ എന്തിനാ ഇവിടെ വന്നിട്ട് ഈ ജോലി ചെയ്യുന്നത്? സിദ്ധു സാറിനെ ഹെൽപ്പ് ചെയ്തതാ. അപ്പോൾ ചന്ദ്രിക, സിദ്ധു സാറിനെ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം, നീ പോയി നിൻ്റെ ജോലി നോക്ക്. ചന്ദ്രികയുടെ സംസാരം കേട്ട് അവൾക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് അവൾ എന്നാക്കുകയാണ്. അപ്പോൾ സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, നീ ചെല്ല്. എന്താ സിദ്ധു സാർ, ആ പെണ്ണുമായിട്ട് കുറേ നേരമായല്ലോ സംസാരിക്കുന്നത്? സെൽഫി എടുക്കാനും മാത്രമുള്ള സൗഹൃദമായോ? അവളൊരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചു, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പം എന്താ? അപ്പം ചന്ദ്രിക, ആരെങ്കിലും ഒക്കെ വന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ഓക്കെ പറയുമോ? അല്ല ചന്ദ്രികയെ, ഞാൻ അവളോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ് ചന്ദ്രിക ചോദിക്കുകയാണ്, അല്ല എന്തായിരുന്നു ഇത്ര ചിരിച്ച് സംസാരിക്കാൻ? അപ്പോൾ സിദ്ധു, അതറിയണോ? അതൊക്കെ അറിഞ്ഞിട്ട് എനിക്കെന്ത് കാര്യമുള്ളത്? ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ. സാറി ഷർട്ടിൽ ഭയങ്കര സുന്ദരനായിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? എന്ത്? അല്ല ചന്ദ്രിക, നീ എങ്ങനെ ഇതറിഞ്ഞത്? നീ ഇത്ര കൃത്യമായിട്ട് പറയുന്നു. എല്ലാ ആണുങ്ങളോടും ഇവൾ ഇതേ ഡയലോഗ് തന്നെയാണ് പറയാറ്. സാറിനോട് മാത്രം പറഞ്ഞതാണ് എന്ന് കരുതി അത്ര സന്തോഷിക്കൊന്നും വേണ്ട. ശരി, പിന്നെ അതിനിപ്പോൾ എന്താ? ഇനിയും അവൾ സംസാരിക്കാനായിട്ട് വന്നാൽ അവളോട് അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ട, ചന്ദ്രിക പറയാം. എന്താ സംസാരിച്ചാൽ? അല്ല, അങ്ങനെ സംസാരിച്ചാൽ തന്നെ നിനക്കെന്താ കുഴപ്പം? എനിക്കത് ഇഷ്ടമല്ല. എന്താ ഇഷ്ടമില്ലാത്ത? ഇഷ്ടമില്ലാന്ന് വെച്ചാൽ ഇഷ്ടമില്ല. നോക്ക്, സാറ് മറ്റുള്ള പെൺകുട്ടികളോടൊക്കെ സംസാരിച്ചാലേ അതെനിക്കിഷ്ടപ്പെടില്ല. ഇനി സാറ് അങ്ങനെ ആരോടും സംസാരിക്കാനൊന്നും നിൽക്കണ്ട. സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, ചന്ദ്രികയെ, നിന്നെക്കുറിച്ച് ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു.
പക്ഷേ നീയും മറ്റു പെണ്ണുങ്ങളെപ്പോലെ തന്നെയാണ്. എങ്ങനെയാണെന്ന്? എല്ലാ പെണ്ണുങ്ങളെയും പോലെ നിനക്കും അഹങ്കാരമുണ്ട്, അതാ പറഞ്ഞത്. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടവർ മറ്റുള്ളവരോട് സംസാരിച്ചാൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഇല്ലാതിരിക്കുന്നത്? അത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഉണ്ടാവും. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഉണ്ടാവാറേ ഇല്ല. അപ്പോൾ ചന്ദ്രിക കള്ളം പറയണ്ട. ഞാൻ സാറിനെ കണ്ടില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും സാറിന് എത്രമാത്രം വിഷമം ഉണ്ടാവുമെന്നൊക്കെ എനിക്കറിയാം. ഞാൻ സാറിനോട് സംസാരിക്കാതിരുന്നാൽ സാറ് ഭക്ഷണം വരെ കഴിക്കാതിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരെന്താ എന്ന് പറഞ്ഞ് ചന്ദ്രിക ചിരിക്കുകയാണ്. സിദ്ധുവും ചിരിക്കുകയാണ്. സിദ്ധു, ഇപ്പം നീ പഴയതുപോലെയേ അല്ല, ഒരുപാട് മാറിപ്പോയി. എങ്ങനെ മാറിയെന്ന്? ഇപ്പോൾ നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന്. അത് കേട്ട് ചന്ദ്രിക നാണത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു വീണ്ടും പറയാണ്, അതെ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അല്ലാണ്ടിപ്പോൾ എന്താ? അതെ, മുൻപത്തേക്കാൾ ഏറെ സാറിനെ ഞാൻ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്താ? രണ്ടുപേരും നാണത്തോടെ ചിരിക്കുകയാണ് അവിടെ വന്നിട്ട്. അപ്പോൾ സിദ്ധു തലകുനിച്ചിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, അത്രയ്ക്ക് സ്നേഹമാണോ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക നാണത്തോടെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. ചന്ദ്രിക പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ചന്ദ്രികയുടെ സാരി അവിടെ മെഷീനിൽ കൊളത്തിപ്പോയി. അപ്പോൾ ചന്ദ്രിക ഒന്ന് തിരിഞ്ഞ് നോക്കുകയാണ്. മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല ചന്ദ്രികയ്ക്ക്. അപ്പോൾ ചന്ദ്രിക നോക്കുന്ന സമയത്ത് സിദ്ധു ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ സിദ്ധു ഇങ്ങോട്ടേക്ക് അടുത്തോട്ടേക്ക് വന്നിട്ട് സിദ്ധു ആ സാരി നിവർത്തി കൊടുക്കുകയാണ്. സിദ്ധു സാരിയൊക്കെ നിവർത്തി കൊടുത്തതിന് ശേഷം ചന്ദ്രിക നാണത്തോടെ മുന്നോട്ടേക്ക് പോവുകയാണ്. സിദ്ധുവും ഒരു നാണം കുണുങ്ങിയ പോലെ അവിടെ തന്നെ നിന്നിട്ട് ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. സീ യു ഓൾ.